നിങ്ങൾക്ക് ജോലി കൂടിയതുകൊണ്ടാണോ അത് ന്യൂസിലൻഡിൽ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ എവിടെ ആയിരുന്നു? just been ഒരു almost final stages of contracts with ഒരു രണ്ട് കുവൈറ്റ് ബേസ്ഡ് ബാങ്കുമായിട്ട്. അതേ സമയത്ത് ഇപ്പോൾ എന്നെ പെട്ടെന്ന് ആക്റ്റീവ് ആണെന്ന് ചോദിച്ചാൽ ജോലി ഫ്രീസ് പോയോ എന്ന് ചോദിച്ചാൽ അതിന് എനിക്ക് ഉത്തരവില്ല, പോയിട്ടില്ല. ആസ് ഓഫ് നോ പോയിട്ടില്ല. ഇനിയും ഇമിഗ്രേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് ഞങ്ങൾ കേട്ടല്ലോ. എന്നുവെച്ചാൽ നിങ്ങളുടെ മേലെ കുറേ ഏതാണ്ട് കേസസ് ഉണ്ടെന്നോ. ആദ്യം ഞാൻ തോട്ട് ലൈക്ക് ലെറ്റ് ഇറ്റ് ഗോ പറഞ്ഞു. പക്ഷേ അത് ഇറ്റ് വാസ് കോസിങ് എ ലോട്ട് ഓഫ് ഡാമേജ്. പലരും എന്നെ വിളിച്ച് ചോദിക്കുന്ന പല സ്ഥലത്തിലും ഇത് തന്നെയാണ്. സോ ഫൈനലി ഞാനിപ്പോൾ ലീഗൽ ആക്ഷൻസ് തുടങ്ങിയിട്ടുണ്ട് ഫോർ against those people. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ പേരന്റ് ബൂസ്റ്റ് വിസ അമ്മയ്ക്ക് അപ്രൂവ് ആയി കിട്ടി. അപ്പോൾ ഹലോ സാബുലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കൂടെ ഇന്നുള്ളത് എഗെയിൻ നമ്മുടെ രാജ സാറാണ്. ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ആളെ കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് കുറച്ച് കാര്യങ്ങളെ പറ്റി സംസാരിക്കാൻ പോവുകയാണ്. നമ്മൾ ലാസ്റ്റ് ചെയ്ത വീഡിയോ പേരന്റ് ബൂസ്റ്റ് വിസയെ പറ്റിയാണ്. അതിനെപ്പറ്റി പേരന്റ് ബൂസ്റ്റ് വിസ ശരിക്കും ഇതാകുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്ത ഒരു വീഡിയോ ആണ്. അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞുകൊണ്ട് തന്നെ കുറേ നാളുകളായിട്ട് നമ്മൾ വീഡിയോ ഒന്നും ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങളുടെ വർക്ക് പ്ലേസിലൊക്കെ ആണെങ്കിലും ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ വീഡിയോ ഒന്നും ചെയ്യാത്തെ? നിങ്ങൾക്ക് ജോലി കൂടിയത് കൊണ്ടാണോ അത് ന്യൂസിലൻഡിൽ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ടാണോ എവിടെ ആയിരുന്നു? അതല്ലേ അത് ചോദിക്കണ്ടേ, എവിടെയായിരുന്നു ഇത്ര നാള്? ഹലോ എവരി വൺ. ശരിയാണ്, ഒത്തിരി ദിവസമായി നമ്മളിതൊന്ന് ഇറക്കിയിട്ട്. കുറേ റീസൺസ് ഉണ്ട്. ഒന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ജോലി റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ അവർ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുകയല്ലേ. ഇപ്പം നമ്മൾ ഇങ്ങനെ അഡ്വർടൈസ് ചെയ്തുകൊണ്ടേ ഇരുന്ന ആളുകൾ എന്താ പറയുക, നമ്മൾ സൈനപ്പ് ചെയ്ത് നമ്മൾ ഇവിടെ വാ ജോലിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ചെയ്യണ്ട എന്ന് ഓർത്തിട്ടാണ് നമ്മളൊന്ന് ആക്റ്റീവ് ആകാതെ ഇരുന്നത്, സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആക്റ്റീവ് ആകാതെ ഇരുന്നത്. അതേ സമയത്ത് ഇപ്പോൾ എന്നെ പെട്ടെന്ന് ആക്റ്റീവ് ആണെന്ന് ചോദിച്ചാൽ ജോലി ഫ്രീസ് പോയോ എന്ന് ചോദിച്ചാൽ അതിന് എനിക്ക് ഉത്തരവില്ല, പോയിട്ടില്ല. ആസ് ഓഫ് നോ പോയിട്ടില്ല. പക്ഷേ അഡ്വർടൈസ്മെൻറ്റ്സ് ഫോർ ജോബ്സ് കൂടുന്നുണ്ട്. സോ ആൻഡ് ഭയങ്കര ഷോർട്ടേജ് ആണെന്ന് പറഞ്ഞ് എല്ലാവരും ഓവറോളായിട്ട് എല്ലാവരും അതിൻ്റെ പ്രഷേഴ്സ് കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ്റിന്. സോ ഹോപ്പ്ഫുള്ളി വലിയ താമസമില്ലാതെ റിക്രൂട്ട്മെൻറ്റ് ഫ്രീസ് പോയിട്ട് റിക്രൂട്ട്മെൻറ്റ് തുടങ്ങും. ബട്ട് ഡെഫിനറ്റ്ലി ദർ ഇസ് എ ഹ്യൂജ് ഷോർട്ടേജ്. അതാണല്ല നിങ്ങൾ നഴ്സസ് കുറച്ച് ദിവസം മുമ്പ് സ്ട്രൈക്കൊക്കെ ചെയ്തത്, ഷോർട്ടേജ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് സ്ട്രൈക്ക് ചെയ്ത് എല്ലാം ചെയ്തതൊക്കെ. സോ ഹോപ്പ്ഫുള്ളി ജോബ് ഫ്രീസ് പോകും, പിന്നെ വിൽ ബി ബാക്ക് ടു നോർമൽ. that is my expectation. I hope it will be like that. So that is one reason. പിന്നെ വേറൊരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റൂമർ ഇങ്ങനെ സ്പ്രെഡ് ആവുന്നുണ്ട്. ഞാൻ റീസെൻ്റായിട്ട് ഞാൻ കുവൈറ്റിൽ ഒരു വെരി ഇമ്പോർട്ടൻറ്റ് ചില മീറ്റിങ്സിനായിട്ട് പോയ സമയത്ത് ഇങ്ങനെ പലരും വന്ന് എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു, പേഴ്സണലായിട്ട് വന്ന് ചോദിച്ചതുപോലെ, ഞങ്ങൾ കേട്ടല്ലോ നിങ്ങൾക്ക് ഇനിയും ഇമിഗ്രേഷൻ ചെയ്യാൻ പറ്റില്ല എന്ന് ഞങ്ങൾ കേട്ടല്ലോ. എന്നുവെച്ചാൽ നിങ്ങളുടെ മേലെ കുറേ ഏതാണ്ട് കേസസ് ഉണ്ടെന്നോ ഒക്കെ പറഞ്ഞ് എൻ്റെ അടുത്തൊന്ന് ചോദിച്ചു. അപ്പോൾ ഐ വാസ് വെരി ഷോക്ക്ഡ്, ഐ വാസ് ഷെൽ ഷോക്ക്ഡ്. ഞാൻ അറിയത്തില്ലായിരുന്നു എനിക്ക് ഇങ്ങനെ ഒരു റൂമർ ഇങ്ങനെ എന്നെ പറ്റി പോകുന്നുണ്ടെന്നുള്ളത്. അത് ദ ഫാക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2023 എന്നെപ്പറ്റി ഭയങ്കര ഡെഫമേറ്ററി സ്റ്റേറ്റ്മെൻറ്റ്സ് ചിലർ പബ്ലിഷ് ചെയ്തു. അത് ആദ്യം ഞാൻ തോട്ട് ലൈക്ക് ലെറ്റ് ഇറ്റ് ഗോ പറഞ്ഞു. പക്ഷേ അത് ഇറ്റ് വാസ് കോസിങ് എ ലോട്ട് ഓഫ് ഡാമേജ്. പലരും എന്നെ വിളിച്ച് ചോദിക്കുന്ന പല സ്ഥലത്തിലും ഇത് തന്നെയാണ്. സോ ഫൈനലി ഞാനിപ്പോൾ ലീഗൽ ആക്ഷൻസ് തുടങ്ങിയിട്ടുണ്ട് ഫോർ against those people. അപ്പം അതാണ് ഫാക്റ്റ്. അല്ലാതെ എന്നെ അഗെയിൻസ്റ്റ് ആയിട്ട് യാതൊന്നുമില്ല. കോർട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഇമിഗ്രേഷൻ ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് വേറെ കുറേ എന്താ പറയുന്നത്, കുറേ കമ്പനീസ് എനിക്ക് ക്ലയൻസ് ആയിട്ടുണ്ട്. അവരായിട്ടെല്ലാം കോൺസ്റ്റൻറ്റ് ഇൻട്രാക്ഷൻസ് എല്ലാം ഉണ്ട്. ഈവൻ നമുക്ക് സൈനപ്പ് ചെയ്ത കാൻഡിഡേറ്റ്സ് ഇപ്പോഴും ഉണ്ട്. അവരുടെ പ്രോസസ്സ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഞാനൊരു അഞ്ചാറ് വിസിറ്റേഴ്സ് വിസ ഫയൽ ചെയ്ത് അവർ ഓസ്കി ചെയ്യാനായിട്ട് പലരും വന്ന് ഓസ്കി ചെയ്യുന്നുണ്ട്. അവർ തിരിച്ച് ജോബ് കിട്ടാത്തതാണ് അവർ തിരിച്ച് അവർ ചെറിയ ലീവിൽ വന്നിട്ട് ഓസ്കി ആയിട്ട് രജിസ്ട്രേഷൻ എടുത്തിട്ട് അവർ പോകുന്നുണ്ട്. ചിലർ ഇവിടുന്ന് ഓസ്ട്രേലിയൻ രജിസ്ട്രേഷൻ എടുത്ത് അവർക്ക് ലക്ക് ഉണ്ടെങ്കിൽ അവിടെ ജോലി കിട്ടി അവിടെ പോകുന്നുണ്ട്. സോ ഓൾ ദിസ് വർക്ക് ഇസ് ഹാപ്പനിങ് ബിഹൈൻഡ് ദ സീൻസ്. പക്ഷേ ഞാൻ സോഷ്യൽ മീഡിയയിൽ കുറച്ച് അത്ര ആക്റ്റീവ് അല്ലാതെ ഇരുന്നതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജോബ് ഫ്രീസ് ഉള്ളതാണ്. അപ്പോൾ ഞാനൊരു മിസ്ഗൈഡ് ചെയ്യുന്നു വരാതിരിക്കാനായിട്ടും കൂടെയാണ് കാരണം ഇപ്പം ഓൾമോസ്റ്റ് എല്ലാവർക്കും തന്നെ അറിയാം, ഇവിടെ ന്യൂസിലൻഡിൽ ഇപ്പോൾ ജോബ് വേക്കൻസീസ് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇവർ എന്ത് കാണിക്കാനാണ് അത് ഒരു കാരണം ഇത്. പക്ഷേ ഇപ്പോൾ ഐ എം ഹോപ്പിംഗ് ഫിംഗേഴ്സ് ക്രോസ്ഡ് തിരിച്ചും പഴയ പോലെ റിക്രൂട്ട്മെന്റ് തുടങ്ങും. പക്ഷെ വൺ തിങ്
വളരെ ക്ലിയർ ആയിട്ട് പലരോട് സംസാരിക്കുമ്പോൾ വൺ തിങ് വളരെ ക്ലിയർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രാവശ്യം അവർ റിക്രൂട്ട്മെൻറ്റ് തുടങ്ങുമ്പോൾ ദേ ലുക്ക് ഫോർ ക്വാളിറ്റി. പണ്ട് ബിക്കോസ് ആ കോവിഡിൻ്റെ സമയത്ത് ഭയങ്കര ഡെസ്പറേറ്റ് ആയിട്ട് ആളുകൾ വേണ്ടിയാണ്, ക്വാളിറ്റി അത്ര നോക്കിയില്ല, എല്ലാവരെയും അവർ എടുത്തു. ഇനി അവർ റിക്രൂട്ട്മെന്റ് തിരിച്ച് തുടങ്ങുമ്പോൾ ആ ഒരു അപ്രോച്ച് ഡെഫിനറ്റായിട്ട് വിൽ ബി ചേഞ്ച്ഡ്. ക്വാളിറ്റി ക്ലയൻസിനായിരിക്കും, ക്വാളിറ്റി കാൻഡിഡേറ്റ്സിനായിരിക്കും അവർ നോക്കുന്നത്. സോ വി ഓൾ ഷുഡ് വർക്ക് ടുവേർഡ്സ് ഇംപ്രൂവിങ് ആ ക്വാളിറ്റി. സോ അതിന്റെ ഒരു പേസ് ആണെന്ന് തോന്നുന്നു ഓസ്കി ഒക്കെ ആക്കി പാസ്സായി നല്ലൊരു ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ ജോലി വരുന്നുള്ളത്. അതേപോലെ ഓസ്കിയിലും ആദ്യമൊക്കെ ഒത്തിരി പേര് എല്ലാവരും പാസ്സാകുന്നുണ്ട്, ഇപ്പോൾ ഒത്തിരി പേര് ഫെയിൽ ആകുന്നുണ്ട്. അതുകൊണ്ട് ദാറ്റ് ഈസ് അത് ഇപ്പോൾ അത് കാരണം there's more effort is required from a nurse. അത് പറഞ്ഞാൽ ഇറ്റ് ഇസ് നോട്ട് എൻ ഇമ്പോസിബിൾ ടാസ്ക്. ഡെഫിനറ്റായിട്ട് നിങ്ങൾക്ക് അത് പാസ്സാവും, പക്ഷേ യു ഹാവ് ടു പുട്ട് മോർ എഫേർട്ട്. അത് പ്ലസ് അത് മാത്രമല്ലാതെ കഴിഞ്ഞ ഒരു 6-7 months ആയിട്ട് ഐ ബീൻ ഒരു കോൺസ്റ്റൻറ്റ് ട്രാവലായിരുന്നു, അവിടെ ഇവിടെയൊക്കെ പോകേണ്ട വന്നു. ആൻഡ് എക്സ്ക്യൂസ് മീ, ഐ ബീൻ ഒരു ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജസ് ഓഫ് കോൺട്രാക്ട്സ് വിത്ത് ഒരു 2 കുവൈറ്റ് ബേസ്ഡ് ബാങ്കുമായിട്ട്. സോ ഐ ഡോണ്ട് വാണ്ട് ടു ഡ്വെൽ മോർ ഇൻ ടു ഇറ്റ് ഡീറ്റെയിൽസ്. അപ്പോൾ അതിൻ്റെ ആ ട്രാവലിംഗ് എല്ലാം ആയിട്ട് അങ്ങനെ എല്ലാം കൂടെ ഇറ്റ് വാസ് എ കോമ്പിനേഷൻ ഓഫ് ബിസി ആയി പോയി കോമ്പിനേഷൻ. ലോങ് സ്റ്റോറി ഷോർട്ട്, എന്താണ് പ്ലാൻ? നമ്മളിപ്പോൾ ഇപ്പോൾ ഒരു കുറച്ച് ഫ്രീ ടൈം കിട്ടിയെന്ന് പറഞ്ഞു, തിരിച്ച് വീഡിയോസിലേക്കൊക്കെ ആക്റ്റീവായിട്ട് വരുവാണോ നമ്മൾ? അതിനെപ്പറ്റി ഒന്ന് അതെ, യെസ്, ഞാൻ പറഞ്ഞില്ല, പ്രതീക്ഷിക്കാമോ? ഡെഫിനറ്റ് ആയിട്ട്. എഗെയിൻ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റിക്രൂട്ട്മെൻറ്റ് അത് ഒരു മെയിൻ ഫാക്ടറാണ് ഇതിനകത്ത്. ഇപ്പോൾ സേ ഫോർ ഇൻസ്റ്റൻസ് ഗവൺമെൻറ് വന്നിട്ട് ഇപ്പോൾ പറയുകയാണ്, നാളെ പറയുവാണ് ഇല്ല ഞങ്ങൾ ഇനി റിക്രൂട്ട്മെൻറ്റ് ചെയ്യത്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഇതിനെ പുഷ് ചെയ്തിട്ട് കാര്യമില്ല. മനസ്സിലായോ? നമ്മൾ മിസ്ഗൈഡ് ചെയ്യാൻ പാടില്ല ആരെയും. ഹോപ്പ്ഫുള്ളി തുടങ്ങുമായിരിക്കും, തുടങ്ങിയേ പറ്റൂ. ലോജിക്കലായിട്ട് നോക്കുമ്പോൾ തുടങ്ങിയേ പറ്റൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ പീപ്പിൾ ആർ റിട്ടയറിങ്. ഒത്തിരി പേര് ഓസ്ട്രേലിയ പോയി ഇവിടുന്ന്. അപ്പോൾ ഒബ്വിയസ്ലി ദർ ബി വേക്കൻസീസ്, സോ ഒബ്വിയസ്ലി തുടങ്ങുമായിരിക്കും. ആൻഡ് let us hope for the best. കാരണം I'll put more effort ഇതുപോലത്തെ വീഡിയോസ് ചെയ്യാനായിട്ട്. ഹോപ്പ്ഫുള്ളി ഇറ്റ് ഈസ് ഇൻഫോർമേറ്റീവ്. എനിക്ക് അറിഞ്ഞുകൂടാ, അതെ ഇൻഫർമേഷൻ ആണ്. കാരണം നമ്മളാണെങ്കിലും പ്ലാൻ ചെയ്യുന്നുണ്ട് പേരന്റ് ബൂസ്റ്റ് വിസയുടെ ഒരു പാർട്ട് 2. അതായത് നമ്മൾ കുറച്ച് ഡീറ്റെയിൽസ് എന്താണോ നമുക്കറിയാവുന്ന ഇമിഗ്രേഷനിൽ വന്ന സൈറ്റിൽ വന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഞങ്ങൾക്ക് തന്നെ പേരന്റ് ബൂസ്റ്റ് വിസ അമ്മയ്ക്ക് അപ്രൂവ് ആയി കിട്ടി. അപ്പോൾ ഞങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന കാര്യമാണ്, നമ്മൾ ഗോ ത്രൂ ചെയ്ത് നമുക്ക് പേഴ്സണലി അറിയാവുന്ന കാര്യങ്ങളാണ് ഞങ്ങൾ കൂടുതലും വീഡിയോയിൽ പറഞ്ഞ് മറ്റുള്ളവർക്ക് ഇൻഫോർമേറ്റീവായിട്ട് കൊടുക്കാറ്. കാരണം അപ്പോൾ നമുക്കറിയാമല്ലോ നമ്മൾ ചെയ്തതായതുകൊണ്ട്, നമ്മൾ കേട്ടറിഞ്ഞതിനേക്കാൾ കൂടുതൽ. അപ്പോൾ ഞങ്ങൾക്ക് പേരന്റ് ബൂസ്റ്റ് വിസ ഞങ്ങളുടെ കയ്യിൽ കിട്ടി, അമ്മ ഇവിടെ വന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സിനെ പറ്റി ഞങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കാം. കാരണം നമുക്ക് എത്ര ഇൻഫർമേഷൻ ആ സൈറ്റിലൊക്കെ ഉണ്ടെങ്കിലും ഒരാൾ ചെയ്ത് ആൾക്കാർ വന്ന് കഴിഞ്ഞാലേ ഉള്ളൂ അവരെന്തൊക്കെ സ്റ്റേജിൽ കൂടെയാണ് കടന്നു പോയത്, അപ്പോൾ അവർക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ഫേസ് ചെയ്യേണ്ടി വന്നത്, അതൊക്കെ ഒന്ന് വീഡിയോ ആയിട്ട് പറയാനും അതിനകത്ത് സാർ അതിന് ചെയ്ത കാര്യങ്ങളും ഞങ്ങൾ ഗോ ത്രൂ ചെയ്ത എല്ലാ സ്റ്റേജിൽ കൂടെ ഒരു വീഡിയോ ചെയ്യാമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അപ്പോൾ അത് കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിരിക്കും. കാരണം ഇവിടെ പേരൻസിന് വിസിറ്റേഴ്സ് വിസ അല്ലെങ്കിൽ ഗ്രാൻഡ് പേരൻറ്റ് വിസ, ഞങ്ങളുടെ കേസിലാണെങ്കിൽ അമ്മയ്ക്ക് ഞങ്ങൾക്ക് അമ്മയെ കൂടുതൽ ഇവിടെ നിർത്തണം എന്നാണ് ഞങ്ങളുടെ താല്പര്യം. അങ്ങനെ ഒരുപാട് പേരുണ്ട്. എല്ലാവർക്കും കറക്റ്റായിട്ടൊരു ഇൻഫർമേഷൻ അറിയത്തില്ല, അതിനകത്ത് എന്തൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന്, പല സ്റ്റേജിലൂടെ കടന്നു പോകുന്നുള്ള കാര്യങ്ങൾ അറിയില്ല. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അതൊക്കെയാണ് നമ്മൾ വീഡിയോ ചെയ്യാതിരിക്കുന്നതിൻ്റെ കാരണങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പുതിയ ഇൻഫോർമേറ്റീവ് സെഷൻസ് ഒക്കെ ആയിട്ട് വിസ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ രാജേഷ് സാറുമായിട്ടും പിന്നെ ഇവിടെ ന്യൂസിലൻഡിൽ നഴ്സസ് റിക്രൂട്ട്മെൻറ്റിൻ്റെ കാര്യങ്ങളും എഡ്യൂക്കേഷൻ ഓസ്കി അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് തീർച്ചയായിട്ടും നമ്മൾ ലൈവിൽ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഓൺലൈൻ തന്നെ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും കമൻ്റായിട്ട് ചോദിക്കാം. അപ്പം ഇന്നത്തെ സെക്ഷൻ ഇവിടെ തീരുവാണ്. കൂടുതൽ മോർ ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഞങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കാം. അടുത്തൊരു സെക്ഷനുമായിട്ട് വരുന്നവരെ ബൈ.